ഹായ്, അരുൺ ജോഷിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആനിമേഷൻ പഠിച്ചു തീർന്ന സമയത്ത്, അതായത് വാക്ക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താണ് ഗ്രാഫ് എഡിറ്ററും ഡോപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് ഗ്രാഫ് എഡിറ്റർ ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് മൂന്ന് വേറെ വേറെ വെയിറ്റ് ഉള്ള, അതായത് ഒരു റബ്ബർ ബോള്, ഒരു പ്ലാസ്റ്റിക് ബോള്, ഒരു മെറ്റൽ ബോള്, ഒരു മുകളിലൊരു പോയിന്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് നമുക്കത് എന്താണ് അതിൻ്റെ ആനിമേഷൻ്റെ വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആനിമേഷൻ്റെ വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഗ്രാഫ് എഡിറ്റർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. മുകളിൽ നിന്ന് വന്ന് ബോൾ താഴെ വന്ന് ഫുൾ സ്പീഡിൽ ഇടിക്കുന്നതായിട്ട്, ആ ഇടിക്കുന്ന ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് എഡിറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടുന്നത് ടോപ്പ് ഷീറ്റാണ്. അപ്പോൾ ഗ്രാഫ് എഡിറ്ററിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി മുമ്പിലത്തെ ക്ലാസ്സിൽ ഓക്കെ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഡോപ്പ് ഷീറ്റ് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഒരു ക്യാരക്ടറിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പത്തിന് ഒരു സിമ്പിൾ ഒബ്ജക്റ്റിനകത്താണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഒന്നിൽ വെച്ചിട്ട് ഫസ്റ്റ് മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, ഇത് ഞാൻ എന്തിനാ കൊടുക്കുന്നതെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മെഷിലാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ കീ കൊടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ആദ്യം കീ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബോക്സിനെ ഞാൻ വരച്ച് ഇങ്ങോട്ട് നീക്കി വെച്ച സമയത്ത് ഇവിടെ ഒരു വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്, ഉണ്ടാവും. ഈ വാല്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ കൊടുത്തു കഴിയുന്ന സമയത്ത് ഇതെല്ലാം നോർമലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേറ്റീവ് ആണ്. ഞാൻ ഒന്നാമത്തെ ഫ്രെയിമിൽ വെച്ച് ഞാൻ എന്ത് കൊടുത്തു? എസ് കൊടുത്ത് കീ ചെയ്തതിന് ശേഷം ഞാനൊരു 50 കൊണ്ടുവച്ചിട്ട് ഞാൻ ഇതിനെ മൂവ് ചെയ്തു, ഇങ്ങോട്ട് നീക്കി വെച്ചു, എസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആനിമേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 1 മുതൽ 5ാമത്തെ ഫ്രെയിം വരെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ ആണേ. ഇനി ഇതിനകത്ത് പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാം, ഇത് തുടങ്ങുന്ന സമയത്ത്, ആനിമേഷൻ തുടങ്ങുന്ന സമയത്ത് സ്ലോയിൽ നിന്ന് ഫാസ്റ്റിലേക്ക് വന്നിട്ട് ഈ നടുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഫാസ്റ്റ് ആണ്. അവസാനം എൻഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്ലോ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് തുടങ്ങുന്ന സമയത്ത് സ്ലോ ആണ്, എന്നിട്ട് സ്പീഡിലേക്ക് വന്നു, നിൽക്കുന്ന സമയത്ത് പതുക്കെ സ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മളിപ്പോൾ ചെയ്ത ആനിമേഷൻ്റെ കീ കൊടുത്തത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ആനിമേഷൻ. ഇനി എനിക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനിമേഷൻ കുറച്ച് എനിക്ക് സ്പീഡാക്കണം. അതായത് ഇപ്പോൾ പ്ലേ ചെയ്തു, അത്യാവശ്യം സ്ലോ ആണ്, അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കണം, പെട്ടെന്ന് പോയി നിൽക്കുന്നതായിട്ട് എനിക്ക് വേണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രെയിം എന്ത് ചെയ്യണം? കുറയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഫ്രെയിം കുറയ്ക്കാനോ 2 വഴിയുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിപ്പോൾ 2 ഫ്രെയിം അല്ലേ ഉള്ളൂ. 2 ഫ്രെയിം, ഒന്നാമത്തേൽ ഒരു ഫ്രെയിം, തുടക്കത്തിൽ ഒരു ഫ്രെയിം, എൻഡിൽ തീരുന്നിടത്തൊരു ഫ്രെയിം. ഈ 2 ഫ്രെയിമേ ഉള്ളൂ. ഈ 2 ഫ്രെയിം നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ കുറേ ഫ്രെയിം വരുന്ന സമയത്ത് നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനെ എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഒന്ന് ഡോപ്പ് ഷീറ്റിൽ പോയി ചെയ്യാം, അതിന് മുമ്പ് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത്, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷിഫ്റ്റും ലെഫ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന മൗസിനകത്ത് സാധാരണ ക്ലിക്ക് ചെയ്യുന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുവപ്പ് കളറിൽ സെലക്ട് ആവും. കണ്ടോ? ഇങ്ങനെ ചുവപ്പ് കളറിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ആരോയൊക്കെ കാണിക്കുന്നുണ്ട്, അതിലൊന്നും പിടിക്കണ്ട. നിങ്ങൾ അതിന്റെ മുകളിലേക്ക് പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അവിടെ നിന്ന് ആ കീ പിക്കായി നമ്മുടെ കൂടെ വരും. കണ്ടോ? അപ്പൊ ഞാൻ 20-നകത്ത് കൊണ്ടുവച്ചു, 20-നകത്ത് കൊണ്ടുവന്ന് വിട്ടു, എന്നിട്ട് സീനിനകത്ത് വന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഒന്നിലും 50-നും കൊടുത്തിരുന്ന കീ ഇപ്പോൾ കണ്ടോ 50-ൽ നിന്ന് പിക്ക് ചെയ്ത് ഞാൻ 20-ൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബോക്സ് അത്യാവശ്യം സ്പീഡായി. കണ്ടോ? ആ ഒബ്ജക്റ്റ് ആവുന്നുണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമത്തെ വഴി ഞാൻ പറഞ്ഞുതരാം. ഞാനിത് കൺട്രോൾ Z അടിച്ച് മാറ്റി വീണ്ടും 50-ലാണ് കീ കിടക്കുന്നത്. അപ്പൊ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ ആണേ. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഡോപ്പ് ഷീറ്റിനകത്ത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഡോപ്പ് ഷീറ്റിനകത്ത് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൻഡോസിനകത്ത്
ജനറൽ എഡിറ്ററിനകത്ത് ആനിമേഷൻ എഡിറ്ററിനകത്ത് വിൻഡോസിനകത്ത് ആനിമേഷൻ എഡിറ്ററിനകത്ത് ഡോപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഡോപ്പ് ഷീറ്റ്. ഈ ഡോപ്പ് ഷീറ്റ് എടുക്കുക. ഡോപ്പ് ഷീറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഡോപ്പ് ഷീറ്റ് വരുന്നത്. ഞാൻ ഇതിനെ മിനിമൈസ് ചെയ്യാനും പറ്റും, മാക്സിമൈസ് ചെയ്യാനും പറ്റും. ഞാൻ മാക്സിമൈസ് ചെയ്തിട്ടു. ഇങ്ങനെയാണ് ഡോപ്പ് ഷീറ്റ് വരുന്നത്. ഈ ഡോപ്പ് ഷീറ്റിനകത്ത് ഈ കറുത്ത കളറിൽ കാണുന്ന ഈ കീ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് മഞ്ഞ കളറിലേക്ക് മാറുന്ന ഇതാണ് കീ എന്ന് പറയുന്നത്. അത് ഇപ്പോ ഈ ടൈം ലൈൻ നിൽക്കുന്നത് ഉണ്ട്, ഒന്നിലാണ് ഈ ടൈം ലൈൻ നിൽക്കുന്നത്. ഞാനിത് മിനിമൈസ് ചെയ്തിട്ടേക്കാം, എങ്കിലേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഒന്നാമത്തെ ഫ്രെയിം എങ്ങനെ കാണിക്കുന്നുണ്ട്? ഈ ചുവന്ന ലൈനിന്റെ ഈ താഴെ അറ്റത്ത് നോക്കുമ്പോൾ കണ്ട് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഒന്നാമത്തെ ഫ്രെയിമാണ്. ഞാൻ ആ ഫ്രെയിമിൽ നിന്ന് നീക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ മായയുടെ ഒറിജിനൽ സീനിനകത്ത് നിന്ന് നമ്മൾ ആ ടൈം ലൈനിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഡോപ്പ് ഷീറ്റിനകത്ത് നോക്കിയേ ആ ചുവപ്പ് ലൈൻ നീങ്ങി വരുന്നത് ഉണ്ടോ? അപ്പോൾ നമ്മൾ താഴെ 19ാമത്തെ ഫ്രെയിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും 19ാമത്തെ ഫ്രെയിമിലാണ് വന്ന് നിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ ഈ മുകളിലത്തെ കീ ഫ്രെയിം നോക്കി കഴിയുമ്പോൾ ഒന്നില് ഒരു കീ ഉണ്ട്, പിന്നെ കിടക്കുന്ന കീ ഏതിലാണ്? 50ലാണ് അല്ലേ? അപ്പൊ 50ാമത്തെ ഫ്രെയിമിലാണ് അടുത്ത കീ കിടക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ വന്ന് ഷിഫ്റ്റ് ഒന്നും പിടിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഡോപ്പ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കീ സെലക്ട് ചെയ്തതിന് ശേഷം മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇടത്തേക്ക് മൂവ് ചെയ്ത് നമുക്ക് ഏതിൽ കൊണ്ടുവയ്ക്കാം? നമുക്ക് ഏത് ഫ്രെയിമിലാണോ നമുക്ക് വേണ്ടുന്നത് ആ ഫ്രെയിമിലായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇപ്പൊ 25, 26ലാണ് അതിരിക്കുന്നത്. ഞാൻ 20ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഈ റെഡ് ലൈൻ ഇരിക്കുന്നത് കാണാൻ പറ്റുമല്ലോ കറക്റ്റ് ആയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് പിടിച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പൊ 20ാമത്തെ ഫ്രെയിമിലാണ് ആ ഡോപ്പ് ഷീറ്റ് ഇരിക്കുന്നത്. ഈ ഡോപ്പ് ഷീറ്റിന്റെ ഉപയോഗം കറക്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിന് ഞാൻ അനിമേഷൻ കൊടുക്കുവാണ്. ഞാനൊരു ഒബ്ജക്റ്റ് ഇവിടെ വരച്ചു വെച്ചു, മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. ഇതിന് ഞാനൊരു അനിമേഷൻ കൊടുക്കുവാണ്. അതിൽ നേരത്തെ കൊടുത്തതുപോലെയല്ല, ഞാൻ 1ൽ വെച്ചിട്ട് ഒരു കീ കൊടുത്തു, എന്നിട്ട് 20ൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കീ കൊടുത്തത്. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം 50ൽ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ കൊടുത്തു. കീ കൊടുത്തപ്പോൾ ഇപ്പൊ എങ്ങനെയാ സംഭവിക്കുന്നത്? ആനിമേഷൻ എങ്ങനെയാ സംഭവിക്കുന്നത്? പ്ലേ ചെയ്ത് നോക്കിയേ. ഇങ്ങോട്ട് വന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അതായത് 1ൽ നിന്ന് 20ലേക്ക് വന്നിട്ടാണ് 50ലേക്ക് പോകുന്നത്. അപ്പൊ ഇതില് സ്പീഡ് കണ്ടായിരുന്നല്ലോ. ഇതില് എനിക്ക് 1ൽ നിന്ന് 20 വരെയുള്ള സ്പീഡ് കുറച്ചുകൂടി കൂട്ടണം. എന്നാൽ 20 മുതൽ 50 വരെയുള്ള സ്പീഡ് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? 1 മുതൽ 20 വരെയുള്ള സ്പീഡ് കൂടണം, 20 മുതൽ 50 വരെയുള്ള സ്പീഡ് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ ഉള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഡോപ്പ് ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20നും 50നും ഇടയ്ക്കുള്ള ഡിഫറൻസ് എത്രയാന്ന് നോക്കണം. 20, 10, 30, 40, 50, 30 ഡിഫറൻസ് ഉണ്ട് അല്ലെ? 20 കഴിഞ്ഞിട്ട് 50ലേക്ക് വരാൻ വേണ്ടിയിട്ട് 30 ഫ്രെയിമിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഞാൻ ഡോപ്പ് ഷീറ്റ് സെലക്ട് ചെയ്യുന്നില്ല. ഡോപ്പ് ഷീറ്റ് സെലക്ട് ചെയ്യാതെയാണ് ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഞാൻ 20ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്തു. ഞാൻ അതിനെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കണ്ടേ, അതിനെ ഞാൻ കുറച്ച് വെക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ 20ഉം 50ന്റെ ഇടയ്ക്കുള്ള സ്പീഡ് കൂടണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഇതിനിടയിലുള്ള ഡിഫറൻസ് മാറാൻ പാടില്ല. ഇപ്പോ ഈ കേസിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാറ്റിയപ്പോൾ എന്ത് പറ്റി? ഡിഫറൻസ് കൂടിയില്ലേ? അതായത് 20ൽ ഇരുന്നത് വീണ്ടും 10ലേക്ക് വന്നപ്പോഴത്തേക്ക് നേരത്തെ ഡിഫറൻസ് 30 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എത്രയായി? 10ഉം കൂടെ കൂടി. അപ്പൊ 40 ഡിഫറൻസ് ഇപ്പൊ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ എന്തും കൂടെ നീക്കേണ്ടി വരും. ഇതും കൂടി നമ്മൾ 10 ഫ്രെയിം ബാക്കിലേക്ക് നീക്കേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? 20നെ നമ്മൾ ബാക്കിലേക്ക് 10 ഫ്രെയിം നീക്കി. അതുപോലെ തന്നെ 10നെ നമ്മൾ ഈ 50ൽ ഇരിക്കുന്നതിനെ നമ്മൾ 10 ഫ്രെയിം ബാക്കിലോട്ട് നീക്കിയാലല്ലേ ഈ 40നും ഇതിനും ഇടയ്ക്കുള്ള ഡിഫറൻസ് കറക്റ്റ് ആവുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആ ഒരു കണ്ടീഷൻ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ കൺട്രോൾ Z അടിച്ചേ. ഞാൻ ആ ഒരു ഡിഫറൻസ് വരുന്ന സമയത്താണ് നമുക്ക് ഡോപ്പ് ഷീറ്റിന്റെ ഉപയോഗം എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇപ്പൊ ഇനി ഇതിന് ഡോപ്പ് ഷീറ്റിൽ ഇതേ സെയിം സംഭവത്തിനെ നമ്മൾ ഡോപ്പ് ഷീറ്റിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? കാര്യം മനസ്സിലായല്ലോ? 1ൽ നിന്ന് 20 വരെയുള്ള അനിമേഷൻ സ്പീഡ് കൂട്ടണം. സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനിടയിലുള്ള ഫ്രെയിമിന്റെ എണ്ണം കുറയണം. 20 മുതൽ 50 വരെ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഡോപ്പ് ഷീറ്റ് എടുക്കുവാണ്. വിൻഡോയ്ക്കകത്ത് അനിമേഷൻ എഡിറ്ററിനകത്ത് ഡോപ്പ് ഷീറ്റ് എടുത്തു. ഡോപ്പ് ഷീറ്റ് എടുത്തിട്ട് നമുക്കറിയാം 1നും 20നും ഇതിനിടയ്ക്കുള്ള സ്പീഡാണ് കൂടേണ്ടുന്നത്, ഇതിനിടയ്ക്കുള്ളത് കൂടണ്ട. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് സെലക്ട് ചെയ്യാം. അതായത് 20 കഴിഞ്ഞിട്ട്
ഉള്ള അടുത്ത എത്രയിലാണ് 50-ലാണുള്ളത്. അപ്പൊ ഇത് ഒന്നിച്ചങ്ങ് സെലക്ട് ചെയ്യുക, മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് 10ാമത്തെ ഫ്രെയിം എത്രയാണ്? ആ 10ാമത്തെ ഫ്രെയിമിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫ്രെയിം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്താണ് കണ്ട, ഇത് കൂടെ വരുവാണ് അല്ലേ. അതായത് ഈ ഫ്രെയിമിനോടൊപ്പം തന്നെ ഇതും അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് പിന്നീട് എന്ത് ചെയ്യണ്ട, 50-ൽ വന്നിട്ട് പിടിച്ച് അതിനെയും കൂടെ സെലക്ട് ചെയ്ത് നീക്കി ഇങ്ങോട്ട് വെക്കേണ്ട കാര്യമില്ല. ഒറ്റ ക്ലിക്കിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ 10ന്റെ ഇപ്പുറത്തോട്ടുള്ള എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് കുറഞ്ഞു. അപ്പൊ എന്തായി, സ്പീഡ് കൂടി. ഇവിടെ ഗ്യാപ്പ് കുറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ സ്പീഡ് അതുപോലെ തന്നെ നിൽപ്പുണ്ട്. പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അവിടെ നിന്ന് വരുന്നത് ഭയങ്കര സ്പീഡിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അത്യാവശ്യം സ്ലോയിലുമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഡോപ്പ് ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോപ്പ് ഷീറ്റിൽ നമ്മൾ ക്യാരക്ടർ അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോപ്പ് ഷീറ്റിന്റെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാള് തറയിൽ നിന്ന് കുനിഞ്ഞൊരു സാധനം എടുത്തു, എന്നിട്ട് കുനിഞ്ഞൊരു കല്ലെടുത്തതിന് ശേഷം എറിയാൻ പോവാണ്. ഈ ആനിമേഷൻ നമ്മൾ എന്ത് ചെയ്തു, പോസ് ബൈ പോസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. നമ്മളിപ്പോ പോസ് ആനിമേഷനൊക്കെ നമ്മൾ നോക്കിയത് കൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല. ഒരു കല്ലെടുത്ത് എറിയുക എന്നുള്ളത് വലിയ കാര്യമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കൊണ്ട് കല്ലെടുപ്പിച്ചതിന് ശേഷം ആ ക്യാരക്ടർ കല്ലെറിയുന്ന സമയത്ത് വരുന്ന സ്പീഡിൽ വരുന്ന വ്യത്യാസം, അതായത് കല്ലെടുക്കുന്നതിന് കുറച്ച് ടൈം എടുത്തു, പുള്ളി കുനിഞ്ഞ് കല്ലെടുക്കുന്നതിന് കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എറിയാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ കല്ല് മാക്സിമം സ്പീഡിൽ പോയി കൊള്ളണം അല്ലെ. എന്തിനാണോ എറിയുന്നത് അതിനെ മാക്സിമം സ്പീഡിൽ കല്ല് പോയി കൊള്ളണം. ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓങ്ങി അങ്ങ് എറിയോ, ഭയങ്കര സ്പീഡിൽ കൈ മൂവ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ആനിമേഷൻ ചെയ്ത സമയത്ത്, കീ ഇട്ട സമയത്ത് ചിലപ്പോൾ ഈ കൈയുടെ മൂവ്മെന്റ് ഒക്കെ സ്പീഡ് കുറവായിരിക്കും. നമ്മൾ എറിയാൻ വേണ്ടിയിട്ട് എടുത്ത ആ കൈയുടെ സ്പീഡ് ഇല്ലേ, അതൊക്കെ കുറവായിരിക്കും. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫീൽ കിട്ടാൻ, എറിയുന്ന ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡോപ്പ് ഷീറ്റിനെ ആശ്രയിക്കുന്നതായിരിക്കും വളരെ എളുപ്പം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഞാൻ പോസ് അനിമേഷൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഒരു വാക്ക് സൈക്കിളിന് മുമ്പ് പോസ് ബൈ ഒരു ക്യാരക്ടർ എടുത്തതിന് ശേഷം അതിനെ പല പോസായിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഒരു 5 പോസായിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ പോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മ എന്ന് പറയുന്നത് ഇതാണ്, സ്പീഡ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പോരായ്മ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫയൽ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ നേരത്തെ ചെയ്തിട്ടിരിക്കുന്ന പോസിനെ അനിമേറ്റ് ചെയ്തില്ലേ, ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ആ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ പോരായ്മ ഈ ഡോപ്പ് ഷീറ്റ് വെച്ച്, അതായത് സ്പീഡ് ഡോപ്പ് ഷീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ശരി.